ബഹുമാന്യരായ ദേശസ്നേഹികളെ, ദൈവവിശ്വാസികളെ, യുവജനങ്ങളെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കുക, കാര്യഗൗരവമുള്ളവരാക്കുക, സമൂഹത്തിനും ഭവനത്തിനും കുടുംബങ്ങൾക്കും ആശ്വാസവും കെട്ടുറപ്പും പകരുന്നവരാക്കുക, കാര്യബോധമുള്ളവരാക്കുക എന്നീ നിരവധി സദുദ്ദേശത്തോടുകൂടെ അവരെ പ്രബുദ്ധരാക്കാനുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെയാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മേപ്രാൽ, ആ ചർച്ചിലെ സൺഡേ സ്കൂൾ യുവജന പ്രവർത്തകർ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ, ഒരു യുവാവിന്റെ ലക്ഷ്യത്തെ തകർക്കുന്ന വസ്തുത, പാപത്താൽ ഉളവാക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന് എന്നിത്യാദി ധ്വംസക പ്രവർത്തനങ്ങളിൽ അവരകപ്പെട്ടു പോകുന്നു. ഈ വിധത്തിൽ അകപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വസ്തുതയുണ്ട്: ഞങ്ങൾ മനഃപൂർവമല്ല, ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അതിൽ നിന്ന് മാറി സഞ്ചരിപ്പാൻ, ഞങ്ങളുടെ ഭവനത്തിന്, ഭാര്യയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക്, മാതാവിന്, പിതാവിന്, സമൂഹത്തിനൊക്കെ പ്രയോജനമുള്ളവനായി ജീവിക്കാൻ വളരെ ആഗ്രഹമുണ്ടെങ്കിലും സാധ്യമാകാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ തളരുന്നു. അതിൽ നിന്ന് തിരിച്ചു നിൽക്കാൻ അത്രേ ഞാൻ വിവിധമായ അവസ്ഥകളിൽ ചെന്നുപെടുന്നത്. ആ വേദനയോടെയുള്ള മറുപടിയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ അവസ്ഥയ്ക്ക്, മാത്രമല്ല ഏതവസ്ഥയ്ക്ക് പരിഹാരം നൽകാൻ കഴിവുള്ളവർ അവരുടെ സൃഷ്ടാവാണ്. അവരെ സൃഷ്ടിച്ചവനാണ് ആ പരിഹാരം നൽകാൻ കഴിവുള്ളത്. ആ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, സൃഷ്ടാവിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവനെ കടന്നുകൂടുന്ന പാപം അവനെ അനുവദിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതാനുഭവം, ഒരു പറ്റം ചെറുപ്പക്കാർ നിങ്ങളെ പാട്ടുപാടി നിങ്ങൾക്ക് സദുപദേശങ്ങൾ നൽകാനുള്ള ആഗ്രഹത്തോട് കടന്നു വന്നിരിക്കുമ്പോൾ അവർക്കൊരു ഭിന്നകമ്പമുണ്ട്. താങ്ങാൻ കഴിയാത്ത, സഹിപ്പാൻ കഴിയാത്ത അവസ്ഥകളിൽ കൂടെ കടന്നുപോയവരാകുന്നുവെങ്കിലും ഒരു സമയത്ത് അവരുടെ സൃഷ്ടാവിന്റെ ഉപദേശം കേട്ടതുകൊണ്ട്, അത് അനുസരിച്ചതുകൊണ്ട്, അവരെ അനുഗമിച്ചതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടവരും അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നവരായി ആ പ്രിയപ്പെട്ടവരുടെ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. സഹോദരൻ ശ്രദ്ധിച്ചാലും പ്രാർത്ഥനാപൂർവമായിരുന്നാലും നിങ്ങൾ ഏത് ഭാരത്തിനെങ്കിലും ഹൃദയത്തിന് ആശ്വാസം നൽകി സഹായിക്കാൻ കഴിയുള്ള കർത്താവിനെ നിങ്ങൾ പ്രസിദ്ധമാക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ തുടർന്നുള്ള പാട്ടും പ്രസംഗവും ശ്രദ്ധിച്ചു. Hey
സഹായിച്ച ഒരു പാട്ടുകളെ കേൾക്കാൻ സമയമാണ്. ഐവി മുന്നോട്ട് കടന്നാണ് ദൈവസ്നേഹത്തിന് വർണ്ണിപ്പാനുള്ള പാട്ടുകൾ പാടി നമ്മെ സന്തോഷിപ്പിക്കും.
ദുരവസ്ഥയിൽ നിന്ന് മാനവജാതിയെ രക്ഷിപ്പാൻ മനുഷ്യന്റെ സൃഷ്ടാവിനെ കഴിയും എന്ന് പ്രസ്താവിപ്പാനിടയായല്ലോ. ആ സൃഷ്ടാവ് മാനവജാതിയെ രക്ഷിക്കുന്ന നിലവിൽ മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ അനുഭവത്തിന്റെ ചുഴയിൽ നിന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ അവസ്ഥ കൈവരിച്ച് പുതിയ ജീവിതം നേടിയ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നാൽ നല്ലൊരു ദിവസത്തിൻ്റെ സായം സന്ധ്യയിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ലവരായ തിരുവല്ല നിവാസികൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ ആദ്യമേ അർപ്പിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മേപ്രാൽ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഇന്ന് ഈ തിരുവല്ലയിൽ എത്തി നിൽക്കുന്നത്. ഇന്ന് രാവിലെ മേപ്രാലിൽ നിന്ന് ആരംഭിച്ച് തിരുവല്ലായുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിലായി തിരുവല്ലായുടെ ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഞങ്ങൾക്ക് തയ്യാർ ചെയ്തിരിക്കുന്ന ഈ വേദിയിൽ വെച്ച് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കഴിയുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. ഒട്ടനവധിയായ പ്രഭാഷണങ്ങളിൽ നടന്നിട്ടുള്ള ഒരു വേദിയാണ് ഈ തിരുവല്ലായുടെ ഈ പന്തൽ. നാടും നഗരവുമല്ല സന്ദേശങ്ങൾ കൊണ്ടും ഒരുപാട് നവോത്ഥാനങ്ങളുടെ ശബ്ദം കൊണ്ടും മുഖരിതമായ ഒരു നാടാണ് എന്ന് മനസ്സിലാക്കാം. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും തിരുവല്ലായുടെ മഹത്വം പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ജില്ല എന്നതിനേക്കാൾ അപ്പുറമായി, ഒരു താലൂക്ക് എന്നതിനേക്കാൾ അപ്പുറമായി ഒരു ചെറിയ നാട്, ആ നാടിന്റെ സംസ്കാരം അതെത്രയോ വലുതാണ്, മഹനീയമാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ ആളുകളും ഞാൻ തിരുവല്ലക്കാരനാണ് എന്ന് പറയുന്നതിൽ അവർ കാണിക്കുന്ന ഊറ്റം, അവർ കാണിക്കുന്ന ആവേശം, അവർ അനുഭവിക്കുന്ന ഒരു കരുത്ത്, ആ അഹങ്കാരം അതെത്രയോ വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്റെ ഭാഷയിൽ തിരുവല്ലയിൽ താമസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾ കേരളത്തിന് വേറെ ഒരിടത്തും താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടത്തില്ല. ഒന്നുകിൽ കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ UK ഒക്കെ കയറി പോകുന്ന പിള്ളേരൊഴികെ മറ്റാരും തന്നെ ഈ നാട് വിട്ടു മാറാൻ ഇഷ്ടപ്പെടത്തില്ല. കെട്ടിച്ചു വിട്ട പെൺപിള്ളാരാണെങ്കിൽ പോലും ഞാൻ തിരുവല്ലക്കാരിയ എന്ന അഭിമാനത്തോടെ അഹങ്കാരത്തോടെ വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സ്റ്റൈലിൽ തലമുടിയൊക്കെ കെട്ടി ആറ്റത്വത്തോട് അടിഞ്ഞൊരുങ്ങുന്ന ഏതൊരു സ്ത്രീകളും ഞാൻ തിരുവല്ലക്കാരിയാണ് എന്ന് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അഭിമാനത്തിന്റെ ഒരു ചങ്കൂറ്റം പലയിടത്തും നമുക്ക് കാണാം. അതല്ല തിരുവല്ലയുടെ പ്രത്യേകതയാണ്. ഭാഷയിൽ തന്നെ വൈവിധ്യങ്ങൾ തിരുവല്ല നാട് കാണിക്കുന്നുണ്ട്. എന്നൊക്കെ പെട്ടെന്ന് മാറ്റി മാറ്റി ചോദിച്ച് ആളുകളുടെ ഉള്ളിലേക്ക് ശബ്ദത്തിന്റെ വേരിയേഷൻ കൊണ്ട് വളരെ സാന്ത്വനമായ രീതിയിൽ, വളരെ രസകരമായ രീതിയിൽ ആളുകളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന നാടാണ് തിരുവല്ല. ഇതെല്ലാം തിരുവല്ലയുടെ മഹത്വമായിട്ട് ഞാൻ കാണുകയും അത് കേൾക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇവിടെ നിൽക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ പ്രധാനമായി ഈ സന്ദേശം ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിയുന്ന പ്രതിപാദ്യ വിഷയം ലഹരിയാണ്. ലഹരി എന്നത് പല വിധത്തിലാണ്. ഞാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഹരിയെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു കുച്ച് ജനിച്ചു കഴിഞ്ഞാൽ അവൻ ഭൂമിയിലേക്ക് പറന്നു വീണാൽ അവന്റെ ലഹരി അവന്റെ അമ്മയാണ്, അമ്മയുടെ മുലപ്പാലാണ്. ആ പാല് കുടിക്കാൻ അവൻ കൊതിയോടെ ഓടി വരുന്നു. ആവലോടെ ആ പാലിന് വേണ്ടി അവൻ ബഹളം വെക്കുന്നു. അമ്മയുടെ അടുക്കലേക്ക് അവൻ ഓടിയെത്തുന്നു. അവൻ ചാരിക്കിടക്കുന്നു. അമ്മയോട് വഴക്കുണ്ടാക്കുന്നു. അവൻ ആ പാല് കുടിക്കാൻ വെമ്പൽ കൊള്ളുന്നു. വയറ് നിറയെ പാല് കുടിച്ച് ഉറങ്ങാൻ കിടന്നാലും ഒരിക്കൽ കൂടെ ഒരു സിപ്പ് എടുക്കാൻ അവൻ ബന്ധപ്പെട്ട് അമ്മയുടെ അടുക്കലേക്ക് ഓടി ഓടി വരാറുണ്ട്. വയറ് നിറയുന്നതല്ല അവന്റെ പ്രശ്നം, അതവന്റെ സ്വാദാൻ, അതാ ലഹരിയാൻ. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുപ്പിപ്പാലിലേക്ക് തിരിയും. ഇപ്പോഴത്തെ കാലത്ത് കുപ്പിപ്പാലൊന്നും ഇല്ല, അത് വേറെ കാര്യം. എന്നാലും
ആ കുപ്പിപ്പാലിലേക്ക് പിള്ളേർ തിരിയും. കുപ്പിപ്പാൽ കാണുമ്പോൾ ആ പാല് ആ ബോട്ടിൽ കാണുമ്പോൾ അവൻ ഭയങ്കര ആസ്വാദനമാണ്. അതിനുവേണ്ടി അവൻ വെപ്രാളം കാണിക്കുന്നു. ആ ബോട്ടിൽ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. ആ ബോട്ടിൽ വെറുതെയെങ്കിലും ചപ്പി നടക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് പൊതുവിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് മാറിയാൽ ചോക്ലേറ്റുകളുടെ ലോകമായി, കിൻഡർ ജോയിയുടെ ലോകമായി, പിന്നെ പല വിധത്തിലുള്ള ഫ്ലേവറുകളുടെ മാസ്മരികമായ മധുര പലഹാരങ്ങളുടെ ഒരു ലോകമായി മാറി. ഇതെല്ലാം നമ്മൾ കാണുന്ന പുതിയൊരു വസ്തുത. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി പിള്ളേർ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ ഷേക്കായി, പിന്നെ ജ്യൂസുകളായി, പിന്നെ പല തരത്തിലുള്ള കുടിക്കുന്ന കോളകളായി, ഇതെല്ലാം അവന്റെ ലഹരിയുടെ മറ്റൊരു മുഖത്തിലേക്ക് അവനെ നയിക്കാറുണ്ട്. അല്പം കൂടെ പിന്നിട്ട് കഴിഞ്ഞു, ഒന്ന് ചെറുപ്പമായാൽ പിന്നെ ഭക്ഷണത്തോടുള്ള ലഹരിയായി, കുഴിമന്തിയായി, അൽഫാമായി, ഇപ്പോഴത്തെ ചൈനീസായി, ജർമ്മനിയായി പല തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനുള്ള വെമ്പലുകൾ ലഹരികളായി. കുറച്ചുകൂടെ മുന്നോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഭാഷ കുറച്ചുകൂടെ രസമാണ് എന്ന് പറഞ്ഞാൽ ഇടിയിറച്ചി, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള നമ്മുടെ ഭാഷയിൽ, നമ്മുടെ തിരുവല്ല ഭാഷ പറഞ്ഞ ഉലത്തുകളും അതുപോലെ തന്നെ ഫ്രൈകളും ഒക്കെ കഴിക്കുന്ന മറ്റൊരു ലഹരിയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു. ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. പ്രായമേറെ ചെല്ലുമ്പോൾ കട്ടൻ ചായയായി, അതുപോലെ തന്നെ കടുങ്കാപ്പിയായി, പിന്നെ കനത്ത ചായയായി, അങ്ങനെ പലതുമായി മാറുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ബൂസ്റ്റർ ചായയിലൊക്കെ വന്നു നിൽക്കുന്നു. പക്ഷെ പ്രിയരെ, ഇതെല്ലാം ഒരു സ്വാഭാവിക മനുഷ്യന്റെ ലഹരിയുടെ ഭാഗമാണ്. അവൻ ചെല്ലുന്നത് മറ്റു പല തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കളിലേക്കാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പല തരത്തിലുള്ള പാക്കറ്റുകൾ കൊണ്ട് ിലേക്ക് പോകുന്ന കാഴ്ചകൾ, 10, 11, 12 വയസ്സായ കുഞ്ഞുങ്ങൾ MDMA ഉൾപ്പെടുന്ന കനത്ത രാസവസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്ന ലഹരി മരുന്ന് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കണ്ടുവരുന്നു. മദ്യമോ മയക്കുമരുന്നും ഔട്ട് ഓഫ് ഫാഷനായി, ശംഭുവും പാൻപരാഗും നാടുകടത്തപ്പെട്ടു. പുതിയ ട്രെൻഡുകൾ വന്നു. കയ്യിൽ കുത്തിവെച്ച് സിറിഞ്ചുകൾ കൊണ്ടുള്ള പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്ന ട്രെൻഡിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടു കഴിഞ്ഞു. ഇതെല്ലാം വിളിച്ചു പറയുന്നത് മനുഷ്യൻ ലഹരിയുടെ വേറൊരു മുഖത്തേക്ക് അവൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ നാട് എങ്ങോട്ടാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലത്തിലേക്ക് വന്നെത്തി നിൽക്കുന്നു. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ആളുകൾ പറഞ്ഞേക്കാം, എന്റെ പൊന്നു ചങ്ങാതി, ഇതെല്ലാം ഞങ്ങൾക്കറിയാം, പക്ഷെ ഇതിനെങ്ങനെയാണ് ഒരു മാറ്റം കിട്ടുക? ഒറ്റ കാര്യമേ ഉള്ളൂ. വഷളത്വം നിറഞ്ഞ തലമുറയിൽ അവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യരെത്തപ്പെട്ടു നിൽക്കുന്നു. മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഉറക്കെ ശാസിച്ചാൽ അവൻ അപ്പം 112ലേക്ക് വിളിക്കുന്നു, പോലീസ് വരുന്നു, എന്നിട്ട് മാതാപിതാക്കളെ അവൻ കോടതി കയറ്റുന്നു. എന്ത് വിരോധാഭാസം! കഴിഞ്ഞ ദിവസം 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ തന്റെ മാതാപിതാക്കളോട് കലഹിച്ചിട്ട് അവൾ വണ്ടി കയറി 4 or 5 ട്രെയിൻ കടന്ന് അവൻ 8 സംസ്ഥാനങ്ങൾ പിന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. ഇതെല്ലാം വിളിച്ചു പറയുന്നത് വഷളത്വവും കോട്ടവുമുള്ള ഒരു തലമുറ നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു. ഈ തലമുറയിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക? എങ്ങനെയാണ് മനുഷ്യന് മാറാൻ കഴിയുക? ആർക്കാണ് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുക? തിന്മകളുടെ കൂമ്പാരം നിറഞ്ഞ ഒരു ലോകത്തേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. വഷളത്വത്തിന്റെ കൂത്തരങ്ങായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പനും മക്കളും ഒന്നിച്ചിരുന്ന ലഹരി കഴിക്കുന്ന ഒരു പുതിയ രൂപത്തിലേക്ക് സംജാതമായി കൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ പിള്ളേര് അപ്പനെ അപ്പ എന്നു അമ്മയെ അമ്മ എന്നു തീർത്തു വിളിക്കാത്ത കാലമുണ്ട്. ഇപ്പൊ ഡാഡിയായി, ബ്രോയായി, ചങ്കായി, പൊളിയായി, എന്തെല്ലാം ഭാഷയാണ് ഇപ്പൊ. ന്യൂജൻ പുതിയ പേര്, അപ്പനെ പേര് വിളിക്കുന്ന ഒരു പുത്തൻ കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു നിൽക്കുന്നു. ഇതെല്ലാം വിളിച്ചു പറയുന്നത് വഷളത്തരമുള്ള ഒരു നാട്, വഷളത്തരമുള്ള ഒരു ലോകം. ഈ ലോകത്തിൽ മനുഷ്യരെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇവിടുത്തെ വന്ന പഠനങ്ങൾക്ക് മനുഷ്യരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. സ്കൂളുകൾ പുതിയ ടെക്നോളജികളായി, ഹൈടെക്കുകളായി, കമ്പ്യൂട്ടറുകളായി, സ്മാർട്ടായി. പക്ഷേ മാറ്റമെല്ലാമുണ്ടോ? പിള്ളേരെ മാറിയില്ല, ഒരിക്കലും മാറിയില്ല. ഓട്ടോ ചേട്ടന്മാര് 3 ചക്രമുള്ള വാഹനം ഉന്തിപ്പിടിച്ച് എത്രയോ കട്ടപ്പെട്ട് സീനിയോട്ട് പിടിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടോടി ആളുകളെ കയറ്റി അവരെ കൊണ്ടെത്തിച്ച് അവരോട് വിലപേശി വഴക്കുണ്ടാക്കി കാശുണ്ടാക്കി പാവത്തുകൾ വീട്ടിലേക്ക് ചെല്ലുന്നു അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി. പക്ഷേ മക്കൾ തലതിരിഞ്ഞു പോയാൽ അവരെങ്ങനെയാണ് സഹിക്കുക? എന്നിട്ടും രാവിലെ വീണ്ടും കുളിച്ചൊരുങ്ങി ഒന്നും അറിയാത്തതുപോലെ അവർ നടക്കുന്നു. ഇതെല്ലാം വിളിച്ചു പറയുന്നത് എത്രയോ മോശമായ ഒരു സാഹചര്യത്തിലാണ്. ഓരോ മനുഷ്യന്റെ ദുഃഖങ്ങൾ പല തരത്തിലാണ്. ഉറുമ്പിന് അരിവാരം, ആനയ്ക്ക് തടിവാരം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ പല തരത്തിലുള്ള ഭാരത്തിലൂടെ കടന്നു പോകുന്നു. ആരോട് പറയാൻ, ആരോട് ഇറക്കി വെക്കാൻ ആരോടും പറയാൻ കഴിയത്തില്ല. മക്കളുടെ കുറ്റം നാട്ടുകാരോട് പറയാൻ പറ്റുമോ? പറ്റത്തില്ലെന്നേ, അതിന് കഴിയത്തില്ല.
കഴിഞ്ഞ ദിവസം 14-കാരിയായ ഒരു പെൺകൊച്ച് ഗർഭിണിയായി അമ്മയുടെ മുമ്പിലേക്ക് ഓടിക്കയറി വരികയാണ്. അമ്മേ, ഞാൻ ഗർഭിണിയാണ്. പണ്ടത്തെ കാലത്തിലാണെങ്കിൽ ആ പെണ്ണ് തൂങ്ങിച്ചെത്താ മതി. ഇപ്പൊ അവൾ കൂളായിട്ട് വന്ന് പറയുന്നു, ഞാൻ ഗർഭിണിയാണ്. കൊച്ചേ, ഈ പ്രായത്തിലാണോ? ഞാൻ എന്ത് ചെയ്യണം? ആരാണ് ഇത്? അവളുടെ മറുപടി, എന്റെ ബെസ്റ്റിയാ. പുതിയ പേര് ബെസ്റ്റി. അർത്ഥം എന്തെന്നറിയാമോ? മനുഷ്യന് എന്ത് ഭേദമാകാൻ ഒരു മടിയുമില്ലാത്ത ഒരു കാലത്തിലേക്ക് വന്നിരിക്കുന്നു. മക്കൾക്ക് മൊബൈലുകളുടെ ലോകമാണ്. അവരുടെ മൊബൈലിന്റെ പാസ്വേഡ്, പിൻകോഡ് അപ്പനമ്മമാർക്ക് അറിയത്തില്ല. അവരുടെ ലോകമെന്തെന്ന് മാതാപിതാക്കൾക്ക് അറിയത്തില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഈ തലമുറ പാപം നിറഞ്ഞ തലമുറയാണ്. ഈ തലമുറ കൊല്ലരുതാത്ത തലമുറയാണ്. അകൃത്യം നിറഞ്ഞ ഒരു തലമുറയാണ്. ഈ തലമുറയിൽ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ആർക്കാണ് കഴിയുക? എന്റെ പ്രിയരെ, എല്ലാവരും പറയും ഉപദേശങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമകൾ കൊണ്ട് മാറ്റാൻ പറ്റും. ഇത് സിനിമ കാണുന്നതും പോകുന്നതും ഒക്കെ നല്ല ചേല, ഓടി ചെന്നാ മതി. പുതിയ ട്രെൻഡുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്റെ പൊന്നപ്പ, ഈ കാലത്തിൽ എങ്ങനെ നന്നാകാൻ പറ്റും? ഇതെല്ലാം വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന നിഗൂഢമായ തെറ്റുകളുടെ കുമ്പാരത്തിൽ മനുഷ്യൻ നിവദിക്കുന്നത് കൊണ്ട് അവന് മാറാൻ പറ്റത്തില്ല. ആ ഒറ്റ കാര്യമാണ് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നത്, തെറ്റിലേക്ക് നയിക്കുന്നത്. ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. ഇറ്റ നിമിഷത്തിൽ ഈ നിൽക്കുന്ന പോസ്റ്റിന്റെ മുകളിൽ നിൽക്കുന്ന ലൈറ്റ് ഒന്നില്ലാതെ പോയാൽ, ഒന്ന് കെട്ടുപോയാൽ, നിങ്ങൾ എന്തായിരിക്കും പറയുക? ഈ ലൈറ്റ് എല്ലാം കൂടെ ഇല്ലാതായി പോയെന്ന് പറയുമോ? ഇല്ല. ഒറ്റ വാചകമേ നിങ്ങൾ പറയുകയുള്ളൂ. ആ ഒറ്റ വാചകം ഇതാണ്, ആ ലൈറ്റ് കറണ്ട് ഇല്ലാതെയായി. കാരണം എന്താ? ഈ ലൈറ്റിനെ തെളിയിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഇല്ലാതെയായി എന്നാണ്. ഇവിടെയുള്ള മുഴുവൻ ഫാനുകൾ, ഇവിടെയുള്ള ലൈറ്റുകൾ ഇല്ലാതായാൽ ആളുകൾ ഒരു കടയെയും കുറ്റം പറയില്ല. അവർ പറയും കറണ്ട് പോയി. പക്ഷെ കറണ്ടിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇതുപോലെ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന, ദോഷത്തിലേക്ക് നയിക്കുന്ന ജീവിതത്തിന്റെ അധാർമികമായ ശൈലികളിലേക്ക് അവനെ തള്ളിവിടുന്ന ഒരു മാരകമായ ഒരു ശക്തി മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. ആ ശക്തിക്ക് ലോകം പറയുന്ന പേര്, മതങ്ങൾ പറയുന്ന പേര്, രാഷ്ട്രങ്ങൾ പറയുന്ന പേര്, താത്വിക ആചാര്യന്മാർ പറയുന്ന പേര്, ഉലകത്തിലെ സകല മാനവികതകളും ഒരുപോലെ പറയുന്ന പേര് പാപം എന്നാണ്. പാപം മനുഷ്യന്റെ സാർവത്രികമാണ്, അത് സാർവദേശികമാണ്, അത് മനുഷ്യന്റെ സാർവലൗകികമാണ്. പക്ഷേ ഈ പാപത്തിൽ നിന്ന് മനുഷ്യന് രൂപാന്തരം വേണ്ടേ? പാപമെന്ന് എല്ലാവരും കണ്ടുപിടിച്ചു, പക്ഷെ മാറ്റം വേണ്ടേ? ഒരുവന് ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചു, അതിന് കീമോ വെക്കണ്ടേ? ഒരുവന് അതുപോലെ മറ്റൊരു രോഗം അവന് കണ്ടുപിടിച്ചാൽ അതിന് ചികിത്സ വേണ്ടേ? ചികിത്സ വേണം. അതിനു വേണ്ടിയുള്ള മരുന്നുകൾ, അതിനു വേണ്ടിയുള്ള സർജറികൾ, ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ട് പ്രിയരെ. ഇതെല്ലാം വിളിച്ചു പറയുന്നത് മാറ്റം ആവശ്യമാണ്. പാപത്തിൽ നിന്ന് മനുഷ്യന് മാറ്റം ആവശ്യമാണ്. പാപത്തിൽ നിന്ന് മനുഷ്യന് മോചനം ആവശ്യമാണ്. പാപത്തിൽ നിന്ന് മനുഷ്യന് വിടുതൽ ആവശ്യമാണ്. ആ വിടുതൽ എവിടെ നിന്നാണ് ലഭ്യമാവുക? മനുഷ്യനോടി നടക്കുകയാണ് പാപത്തിൽ നിന്ന് മോചനം നൽകാൻ. അതിനുവേണ്ടി ഉടലെടുത്തു വന്ന പലതും ഈ ഭൂമിയിൽ അമ്പേ പരാജയമായി സാധ്യതകൾ മാത്രം പറഞ്ഞ്, സാധ്യതകളുടെ ലോകം പറഞ്ഞ് അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകപ്പെട്ടു. പ്രിയരെ, മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ഇവിടെയുള്ള സ്ഥലങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. പഠിപ്പിക്കലുകൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ആചാര്യന്മാർക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ഗുരുക്കന്മാർക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ഈ ഭൂമിയിൽ ഉടലെടുത്ത ആർക്കും തന്നെ പാപത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ മനുഷ്യൻ വലഞ്ഞ് തളർന്ന് അമ്പെ പരാജയപ്പെട്ട് അവൻ നിൽക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി എവിടെയാണ്, ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അലയുമ്പോൾ ഇന്ന് രാത്രി സധൈര്യത്തോടെ അന്തിമയങ്ങളുടെ സൂര്യന് സാക്ഷി നിർത്തി ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, ഈ യോഗം ക്രമീകരിച്ചത് പാപത്തിന് പരിഹാരമുണ്ട് എന്നുറക്കെ പറയാനാണ്. എന്റെ പ്രിയരെ, എവിടെയാണ് പാപത്തിന് പരിഹാരം? ഒറ്റ വാചകത്തിൽ ഒറ്റ ഉത്തരം. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അർത്ഥം എന്തെന്നറിയാമോ? പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിന്റെ രക്തം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതീയ രാജകീയ പുരോഹിത വർഗോ വിശുദ്ധ വംശോ സ്വന്തം ജനവുമാകുന്നു. അർത്ഥം പ്രിയരെ, മനുഷ്യൻ പാപത്തിന് പരിഹാരമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ, അവന്റെ ജീവിതത്തിന് രൂപാന്തരം വരാൻ ഓടി നടക്കുമ്പോൾ പരിഹാരമായി ഒരിടമുണ്ട്. അത് യേശുവിന്റെ രക്തമാണ്. പുഷ്പഗിരിയുടെ ബ്ലഡ് ബാങ്കിൽ ചെന്നിട്ട്
യേശുവിന്റെ രക്തം ചോദിച്ചാൽ അവിടെ ഇല്ല. എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, ഒത്തിരി രക്തം കിട്ടും. പക്ഷേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമാകാൻ കഴിയുന്ന ഒരു രക്തം ഇവിടെ കച്ചവടം ചെയ്യുന്നില്ല. എന്റെ ശരീരം ദുഷിച്ചതാണ്, ഇത് പാപമുള്ളതാണ്. ഈ രക്തം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ട് ഒരു പുതിയ രക്തം തന്ന് പാപമില്ലാത്തവനാക്കാൻ നിങ്ങൾ ചെല്ലെ സർജറിക്കായി. പക്ഷെ പ്രിയരെ, കോടിക്കണക്കിന് രൂപ ഉള്ളത് മുഴുവൻ വിറ്റുപറക്കി കൊടുത്താലോ ശുദ്ധമായ പാപമില്ലാത്ത രക്തം ഒരു മനുഷ്യന് നൽകാൻ ഇവിടുത്തെ ഒരാശുപത്രികൾക്ക് കഴിയത്തില്ല, ഒരിടങ്ങൾക്ക് കഴിയത്തില്ല. അതിനർത്ഥമെന്ത്? ഒറ്റ ഇടമേ ഉള്ളൂ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആരാണ് യേശു ക്രിസ്തു? 2023-24 വർഷങ്ങൾക്ക് മുമ്പ് മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർലോകത്തിലിരുന്ന ദൈവമായിരുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ഭൂമിയിൽ ഇറങ്ങി വന്നു. കന്യകയിൽ അവൻ ജഡാവതാരമെടുത്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ജീവിക്കപ്പെട്ടത് മാത്രമല്ല, അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയരെ, ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പരമമായ ഒറ്റ യാഥാർത്ഥ്യം, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ വന്ന ഒറ്റൊരാളും ഇന്ന് വരെയില്ല. ഇവിടെ വന്നവർ പലരും രാഷ്ട്ര നിർമ്മിതിക്കായി അവർ പ്രവർത്തിച്ചു, സ്വാതന്ത്ര്യം നൽകാനായി അവർ പ്രവർത്തിച്ചു, മനുഷ്യന്റെ ഉദ്ധാരണത്തിനായി പ്രവർത്തിച്ചു. ഇന്നത്തെ ദിവസത്തിൽ ലോകത്ത്, ഇന്നത്തെ കേരളത്തിന്റെ ഈ ദിവസം എത്രയോ മഹനീയമായ ഒരു ദിവസമാണ്. അതിനർത്ഥം എന്തെന്നറിയാമോ? വിദ്യാഭ്യാസത്തിന് പടമൊരുതിയ അയ്യങ്കാളി എന്ന മഹാത്മാവിന്റെ ഒരു ജന്മദിനമാണ്. ഇതുപോലെ വന്നവരെല്ലാവരും അവരവരുടെ പ്രത്യേകമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കി ഈ ലോകം വിട്ടു മടങ്ങി. എന്നാൽ പ്രിയരെ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ വന്ന ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാൻ. യേശു ഭൂമിയിൽ വന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി. ഇവിടെ എന്തെങ്കിലും കർമ്മം ചെയ്യുകയോ, എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുകയോ, ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയോ, എന്തെങ്കിലും പ്രത്യേകമായ മരുന്ന് കണ്ടുപിടിക്കുകയോ അല്ല ചെയ്തത്. പാപമില്ലാത്തവൻ പാലിടത്തിലേക്ക് വന്ന് പാപപരിഹാരാർത്ഥ പാപികളെ തേടി പാപമില്ലാത്തവൻ പാപത്തിന് പരിഹാരമായി യാഗമായി യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. എന്റെ പ്രിയരെ, എന്റെ പ്രഭാഷണത്തിന്റെ കാതലായ വിഷയം, യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു പാപത്തിന് പരിഹാരത്തിനായി. യേശു ക്രിസ്തുവിന്റെ രക്തം ചിന്തി മാനവർഗത്തിന് പാപത്തിന്റെ പരിഹാരം നൽകി. എന്നോടൊരു ദിവസം ഇതുപോലെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ പയ്യൻ എന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചു. ആ മരിച്ചയാളുടെ രക്തം കൊണ്ട് ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് വല്ല തെളിവ് വല്ലതും ഉണ്ടോ? ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്റെ പ്രസംഗം കഴിയട്ടെ എന്നിട്ട് ഉത്തരം പറയാം. അതുപോലെ ഇന്ന് തിരുവല്ലക്കാരോടും പറയുന്നു, ഞാൻ ഒരിടത്തും ഓടിപ്പോകത്തില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾ വന്ന് ചോദിച്ചാൽ ഞങ്ങളത് പറഞ്ഞു തരും. കാരണം അതുപോലെ വന്നു. ഞാനാണെങ്കിൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, പ്രസംഗമൊക്കെ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, മോന്റെ പപ്പയുടെ പേരെന്താ? അവന്റെ അപ്പന്റെ പേര് പറഞ്ഞു. അമ്മന്റെ പപ്പയുടെ അപ്പന്റെ പേരെന്താ? അതും പറഞ്ഞു. അതിന്റെ അപ്പച്ചന്റെ പേരെന്തുവാ? അതും പറഞ്ഞു. അടുത്ത അപ്പച്ചന്റെ പേരെന്താ? അതും പറഞ്ഞു. അടുത്ത അപ്പത്തിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, അറിയത്തില്ല, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അറിയത്തില്ല എന്നതുകൊണ്ട് ആ ആളില്ലാതിരിക്കുമോ? ഇല്ല, ആ ആളുണ്ട്. അവിടുത്തെ അങ്ങനെ ഒരു ആളുള്ളോണ്ടല്ലേ നീ ഉണ്ടായത്. അതെ, ഇതുപോലെ തന്നെയാ 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്കായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ആ യേശു ക്രിസ്തു നമുക്കായി ചിന്തിയ ചോരയ ഉള്ള വീണ്ടെടുപ്പാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത്. അത് വിശ്വസിക്കുന്നവന് പ്രാപിക്കാൻ പറ്റും. അത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയരെ, ആ യേശു കാൽവരിയിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടിയാ. ഈ തൊണ്ട പൊട്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ചങ്ക് തകർന്ന് വിളിച്ചു പറയുന്നത്, ഒറ്റൊരാളെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ, ഒറ്റൊരാളെങ്കിലും യേശുവിനെ കണ്ടാൽ, ഒറ്റൊരാളെങ്കിലും യേശുവിനെ അറിഞ്ഞാൽ, ഒറ്റൊരാളെങ്കിലും ആ യേശുവിനെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ യാത്രയ്ക്ക് സഫലമാണ്. അതിനർത്ഥം എന്തെന്നറിയാവോ? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സാധ്യമാക്കി തരുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണു ലോകത്തിലേക്ക് കടന്നു. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തപ്പെടുന്നു. അങ്ങനെ പാപം കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ പാപത്തിന് പരിഹാരകനായി യേശു ഇറങ്ങി വന്നു. പാപത്തിന് പരിഹാരം മാത്രമല്ല, എങ്ങനെയാണ് പാപത്തിന് പരിഹാരം? ഒരുപക്ഷെ കാശ് കൊടുക്കണ്ട, പ്രത്യേകിച്ച് യാതൊന്നും നിങ്ങൾ ചെയ്യണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവേ, എന്റെ പാപത്തിന് പരിഹാരകനായി അങ്ങ് ഇറങ്ങി വരണമേ. എന്റെ പാപത്തിന് പരിഹാരകനായി അങ്ങ് വരണമേ. എന്റെ പാപം പോക്കാൻ അങ്ങ് വരണമേ. എന്റെ പാപം നീക്കാൻ അങ്ങ് വരണമേ എന്ന് ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിച്ചാൽ താങ്കളുടെ അടുക്കൽ വന്ന് യേശു താങ്കളുടെ പാപത്തെ വായിക്കും. താങ്കളുടെ ജാതി ചോദിക്കില്ല, മതം ചോദിക്കില്ല, താങ്കളുടെ ഗുണമോ അല്ലെങ്കിൽ സ്വഭാവമോ കുടുംബ പേരോ ഒന്നും യേശുവിന് പ്രശ്നമല്ല. ഒറ്റ കാര്യം, എന്റെ യേശുവേ, എന്റെ
എന്റെ ഉള്ളിലേക്ക് ഒന്ന് വരണമേ എന്ന് ഒരൊറ്റ പറച്ചിലാണ് നിങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നത്. എന്റെ പ്രിയരെ, യേശു പാപം നീക്കിയാൽ നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റാൻ യേശുവിന് കഴിയും. ഒരുപക്ഷെ പറയും, പാപം മാറ്റുന്ന ഒരു യേശുവിനെയാണോ മാത്രം പരിചയപ്പെടുത്തുന്ന? അല്ലയല്ല. ഈ ഭൂമിയിൽ യേശുവിനെ പോലെ ആരുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച ഒരുപാട് പേരുണ്ട്, ജീവിച്ച ഒരുപാട് പേരുണ്ട്, മരിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാം മഹാന്മാരാണ്. പക്ഷേ യേശുവിന്റെ പ്രത്യേകത ഈ ഭൂമിയിൽ വന്ന് ജനിക്കുക മാത്രമല്ല, ജീവിക്കുക മാത്രമല്ല, മരിക്കുക മാത്രമല്ല, പകരമോ മരണത്തെയോ പാതാളത്തെയും ജയിച്ച്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച മരണത്തെയോ പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇന്നിവിടെ കൂടി നിൽക്കുന്ന ഒട്ടനവധിയായ ആളുകൾ ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്നു, യേശു ജീവിക്കുന്നു, ഞങ്ങളും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ഞങ്ങളും ജീവിക്കുന്നു. ഇവിടെ നിൽക്കുന്നവരെല്ലാം കോടീശ്വരന്മാരല്ല. ഈ നാട്ടിലെ തിരുവല്ലായിലെ ബ്രാൻഡായ കമ്പനികളിൽ നല്ല മാനേജർമാരായിരിക്കുന്ന ആരുമല്ല. സാധാരണപ്പെട്ടവര്, കൂലിവേല ചെയ്യുന്നവര്, ജോലികൾ ചെയ്യുന്നവര്, ഉപജീവനം തേടുന്നവരാ. പക്ഷേ എന്തുകൊണ്ട് യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, ഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ചാവാൻ ആഗ്രഹിക്കത്തക്ക തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങൾ ചാകത്തില്ല, ഞങ്ങൾ മരിക്കത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ നടത്തുന്ന, ഞങ്ങളെ കൊണ്ടുപോകുന്ന, ഞങ്ങളെ ഉറപ്പിക്കുന്ന, ഞങ്ങളെ കൈപിടിക്കുന്ന, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു രക്ഷകൻ ഞങ്ങൾക്കുണ്ട്. ആ രക്ഷകന്റെ പേരാണ് യേശു ക്രിസ്തു. ആ രക്ഷകന്റെ പേരാണ് യേശു ക്രിസ്തു. എന്റെ പ്രിയരെ, ആ രക്ഷകൻ ഞങ്ങൾക്കൊണ്ടെന്ന് ഉറപ്പാ. ആ രക്ഷകൻ ഞങ്ങൾക്കൊണ്ടെന്ന് ഉറപ്പാ. ഞങ്ങൾ വീട്ടിൽ ചെന്ന് വൈകുന്നേരം ചെന്ന് ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സുഖമായി ഞങ്ങൾ ഉറങ്ങും. അപ്പൊ ഞങ്ങൾ പറയും, ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ ഞങ്ങളെ നിർഭയം വശിക്കുമാറാക്കുന്നത്. എന്റെ പ്രിയരെ, ഞങ്ങൾക്കാർക്കും മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, ഇഞ്ചക്ഷൻ സൂചിയും ഇഞ്ചക്ഷൻ മരുന്നും വേണ്ട. ഞങ്ങളെ ഉറക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. രാവിലെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു അപ്പനുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു കർത്താവുണ്ട്. ഏത് കർത്താവ്? കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ഒരു രക്ഷകൻ ഞങ്ങൾക്കുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ ആരും പിച്ചை എടുത്തിട്ടില്ല, തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് തെണ്ടാമായിരുന്നു, പിച്ചை എടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അപ്പോൾ വന്ന് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്ന ഒരു സ്വർഗസ്ഥനായ കർത്താവ് ഞങ്ങൾക്കുണ്ട്. ബാലസിംഹങ്ങളും ഈര കിട്ടാതെ വിശ്വസിക്കും, എങ്കിലോ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. ധാന്യോ മീനോ വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എന്റെ പ്രിയരെ, അതാണ് ഞങ്ങളുടെ ഉറപ്പ്, അതാണ് ഞങ്ങളുടെ പ്രത്യാശ, അതാണ് ഞങ്ങളുടെ പ്രസംഗം, അതാണ് ഞങ്ങളുടെ സന്ദേശം. യേശു ഞങ്ങളുടെ കൂടെയുണ്ട്, യേശു ഞങ്ങളുടെ കൂടെയുണ്ട്. എന്റെ പ്രിയ ശ്രീത, താങ്കൾ തകർച്ചയിലാണോ? കുടുംബ പ്രശ്നത്തിലാണോ? കടമാരത്തിലാണോ? കഷ്ടതയിലാണോ? ക്ഷാമത്തിലാണോ? തീരാ വേദനയിലാണോ? രാത്രി ഉറങ്ങാൻ കിടന്നൊരു ഉറക്കമില്ലാത്ത ഒരു മനുഷ്യനാണോ? എന്റെ ജീവിതം തീർന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് ചിന്തിച്ച് തകർന്നൊരു മനുഷ്യനാണോ? ഒറ്റവാചക തങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു യേശു ഈ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോകുന്ന ബസ് ഇവിടെ വന്നേക്കാം, എറണാകുളത്ത് പോകുന്ന ബസ് ഇവിടെ വന്നേക്കാം. അതെല്ലാം ആ സ്റ്റോപ്പിൽ നിങ്ങൾ കൊണ്ടിറക്കും. പക്ഷേ യേശുവിനോട് കൂടെ ഇന്ന് നീ യാത്ര ചെയ്താൽ ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗ്ഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രക്ഷകനാണ് യേശു ക്രിസ്തു. ആ രക്ഷകനെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയരെ, യേശുവിലേക്ക് വരിക. ഞാൻ ഇത്രയും ചക്രവർത്തിയുടെ കാരണം എന്നറിയണം. എൻ്റെ അപ്പം ക്യാൻസർ വന്നൊരു മനുഷ്യനാണ്. വാക്കികത്ത് വലിയ വ്രണം വന്നിട്ട് പഞ്ഞിനകത്തുകൂടെ ആ ക്യാൻസറിന്റെ മുറിവ് ചവച്ചു പിടിച്ചുകൊണ്ട് പുഴുവുമായി നടന്നൊരു മനുഷ്യനായിരുന്നു എൻ്റെ അപ്പൻ. ലോകവൈദ്യന്മാർ തിരുവനന്തപുരം RCC കൈവിട്ടിട്ട് പറഞ്ഞു, നടക്കത്തിൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്നും പറയുന്നു, ഒരു പാരാസെറ്റമോൾ ഗുളികയുടെ എന്റെ കരുത്തിന്റെ ബലമില്ലാതെ എന്റെ പിതാവിന് സമ്പൂർണ്ണ സൗഖ്യം എന്റെ യേശു നൽകി, പ്രാർത്ഥനയിലൂടെ നൽകി. ഇന്നും ജീവനോടെ ആ മനുഷ്യനുണ്ട്. കഴിഞ്ഞ 23 വർഷമായി ആ മനുഷ്യൻ ഇന്നും എന്റെ അപ്പനായിരിക്കുന്നു. അതിനർത്ഥം എന്റെ യേശു നൽകിയ സൗഖ്യമാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് പറയാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, യേശു സൗഖ്യദായകൻ, യേശു സൗഖ്യദായകൻ, യേശു പ്രശ്ന പരിഹാരകൻ, യേശു നിങ്ങൾക്ക് സർവസ്വം. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കം പറയും, യേശു ഞങ്ങളുടെ അപ്പനാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രിയരെ, ഇന്ന് അപ്പനെ നിങ്ങൾക്ക് ഞങ്ങൾ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു. അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് വരിക, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ,
മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിത, ഇന്നിന്റെ ദിവസത്തിൽ ആ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കാൻ പറ്റുമോ? ഒരു രൂപ കൊടുക്കണ്ട, ഒരു രൂപ നിങ്ങൾ കൊടുക്കണ്ട, ഒന്നും വേണ്ട. യേശുവേ എനിക്കൊന്ന് രക്ഷിക്കണമെന്ന് ഒറ്റ പ്രാർത്ഥന. നാണമില്ല, ലജ്ജയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്, പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടെന്ന് ഉറപ്പ് നൽകുന്ന ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയരെ, ആ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിന്റെ ഉള്ളിലേക്ക് വരണമെന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചു ഹൃദയപൂർവ്വം ആ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളോട് ഉപസ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവും കൂടപ്പുറപ്പുകളുമായ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളായ നിങ്ങളോട് നിങ്ങൾ പറയുന്നു, ആ യേശുവിനെ സ്വീകരിക്കൂ, ആ യേശുവിനെ സ്വീകരിക്കൂ, ആ യേശുവിനെ സ്വീകരിക്കൂ. ഇന്ന് രാത്രി ആ യേശുവിനെ സ്വീകരിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്ക്, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വരുവീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിച്ച നിങ്ങളിൽ പലരും ഈ ഒരു അധ്വാനത്തിന്റെയും ഭാരത്തിന്റെയും വിഷമത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തുയേശു പറഞ്ഞ വചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കുപരിയായി എല്ലാവരോടുമുള്ള ഒരു ആഹ്വാനമാണിത്. നിങ്ങൾ അധ്വാനിക്കുന്നവരാണോ? നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണോ? നിങ്ങൾ ജീവിതത്തിൽ മടുപ്പ് അനുഭവിക്കുന്നവരാണോ? നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ, കർത്താവായ യേശു ക്രിസ്തു അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകും. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങളെ മോചിപ്പിക്കും. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ശാപങ്ങളിൽ നിങ്ങളെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കൂ. ഈ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ നോട്ടം മാറ്റൂ. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വഴിപാതയായി മാറും. നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ മാറി നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചവരായി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ക്രിസ്തുയേശു നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നതിൽ യാതൊരു സങ്കോചവുമില്ല. ധൈര്യത്തോടെയാണ് തിരുവല്ല പട്ടണത്തിൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ നോട്ടം യേശുവിലേക്കാക്കൂ. യേശു നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു വഴിത്താരയായി, പുതിയൊരു രീതിയിലേക്ക്, പുതിയൊരു മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അതിനുള്ള തെളിവാണ് ഈ ചുറ്റുവട്ടം നിൽക്കുന്ന യുവജനങ്ങൾ, ഈ ചുറ്റുവട്ടം നിൽക്കുന്ന സഹോദരങ്ങൾ. ജീവിതത്തിൽ പരാജയപ്പെട്ടു നിന്ന സ്ഥാനത്ത്, ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത്, കൂട്ടുകാർ നിന്നിച്ച സ്ഥാനത്ത്, സ്വദേശത്ത് പല ഉയർത്തി നിർത്തുവാൻ സാധിക്കാതെ പരാജയപ്പെട്ടു നിന്ന വ്യക്തികളിൽ ഞങ്ങളിൽ പലരും എന്നാൽ ഇന്ന് മാന്യതയോടെ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ സ്നേഹം സകല പാപവും പോറ്റി നമ്മെ ശുദ്ധനാക്കും. വളരെ ശക്തമായി ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തെ പറ്റി ഇവിടെ സംസാരിച്ച പ്രിയ രാജീവ് വാസ്തവ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വരും നാളുകളിലും ദൈവരാജ്യത്തിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരു ഗാനം ശ്രദ്ധിക്കാം. അതിനുവേണ്ടി സിസ്റ്റർ പ്രിൻസിയെ Oh
ഞങ്ങളുടെ ഈ പ്രഭാഷണം കടകളിൽ നിന്നും ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒക്കെ ഒത്തിരി ചേട്ടന്മാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒട്ടനേകം സഹോദരന്മാർ ഈ ബസ് സ്റ്റാൻഡിന്റെ സമീപ പ്രദേശങ്ങളിൽ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്നിവിടെ സംസാരിച്ച, നിങ്ങൾ ശ്രദ്ധിച്ച ഈ വചനങ്ങൾ, ഈ പ്രഭാഷണം നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഏതവസ്ഥയിലാണെങ്കിലും ഒരു നിമിഷം നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. അത് യാഥാർത്ഥ്യമാണ്. ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മിത്തല്ല, ഒരു കെട്ടുകഥയല്ല. ഇത് സത്യമായ അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രദ്ധിച്ച വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിയോടെ നേപ്രാൽ ചന്ദ്രഫോർട്ട് ദേവസഭയുടെ ആലയത്തിൽ നിന്നും പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ പ്രഭാഷണ യാത്ര ഇപ്പോൾ KSRTC സ്റ്റാൻഡിൽ അതിന്റെ സമാപനം കുറിക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രഭാഷണ പരമ്പര തന്നെ ഏകദേശം 9 പോയിന്റിൽ നമ്മൾ ഇന്ന് ദൈവവചനം, അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം ഇതൊക്കെ ചെയ്തു. ഇതിന് ചന്ദ്രഫോർട്ട് നേപ്രാൽ ദേവസഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് പ്രിയ രാജീവ് പാസ്റ്ററും ഒളശ റവല്യൂഷൻ ചർച്ചുമാണ്. പ്രത്യേകം മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഒരുപറ്റം സഹോദരിമാർ ഇവിടെ ഉണ്ടായിരുന്നു. മനോഹരമായി ഡ്രംസ് പ്ലേ ചെയ്ത ഒരുപറ്റം സഹോദരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേക രാജീവ് പാസ്റ്ററോടും ഒളശ ചർച്ചിനോടുമുള്ള എല്ലാ സ്നേഹവും നന്ദിയും ഞങ്ങൾ ഈ സമയം അറിയിക്കുകയാണ്. പ്രത്യേക ഈ സമയം ഇവിടെ ഇങ്ങനൊരു മീറ്റിംഗ് നടത്തുവാൻ ഇതിന് അധികാരം തന്ന പോലീസ് അധികാരികളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു തന്ന KSRTC ഡിപ്പാർട്ട്മെന്റ്, അവരോട് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ നടത്തിയ പ്രഭാഷണം തിരുവല്ല പട്ടണം ഒട്ടനവധി പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള പട്ടണമാണ്. ഈ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരട്ടെ. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ പ്രഭാഷണം ശ്രദ്ധിച്ച എല്ലാവരോടും ക്രിസ്തുവിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ